അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസല റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസിൻ ബിറിദല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹാദരണീയരായ ഈ മഹത്തായ സംഗമത്തിന് സാരഥ്യം വഹിക്കുന്ന MSS യൂത്ത് വിങ്ങിൻ്റെ പ്രിയങ്കരരായ നേതാക്കളെ, വേദിയിൽ സന്നിഹിതരായ അഭിവന്ദരായ പ്രവർത്തകരെ, MSSൻ്റെ സംസ്ഥാന സമിതിയുടെ അമരത്തിരിക്കുന്ന ആദരണീയരായ നേതാക്കളെ, പ്രിയങ്കരരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ വളരെ പ്രൗഢമായ ഒരു കൂട്ടായ്മ മധ്യമേഖലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുകയും 5 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ വളരെ താല്പര്യപൂർവ്വം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ പഠന കൂട്ടായ്മയിൽ ആവേശപൂർവ്വം പങ്കുചേരുകയും ചെയ്യുന്ന പ്രൗഢമായ ഒരു കൂടിയിരുത്തത്തിലാണ് നമ്മളൊക്കെയുള്ളത്. MSSൻ്റെ വേദികളും MSSൻ്റെ പ്രവർത്തനങ്ങളും ചെറുപ്പകാലം മുതൽ കേൾക്കുകയും വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കാണുകയും ഈ അടുത്ത കാലത്ത് സംസ്ഥാന സമിതിയുടെയും വിവിധ ജില്ലാ കൂട്ടായ്മകളുടെയും എല്ലാം വിവിധ പ്രോഗ്രാമുകളിൽ അവരോടൊപ്പം ചേർന്ന് അത് നേരിട്ടതിൻ്റെ ആഴം തൊട്ടറിയുകയും ചെയ്ത അനുഭൂതിയിലാണ് ഒരുപക്ഷെ ഈ മധ്യമേഖല സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് പ്രിയപ്പെട്ട നിസാമുദ്ദീൻ സാഹിബ് വിളിച്ചപ്പോൾ വരണമെന്ന് ആഗ്രഹിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത്, പൊതുരംഗത്ത് നിസ്തുലമായ സേവനങ്ങൾ അർപ്പിക്കുന്ന വളരെ പൗരാണിക പാരമ്പര്യമുള്ള കേരളീയ സാമൂഹിക മണ്ഡലത്തിൽ, സാമുദായിക പ്രതലത്തിൽ വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കിയ കൂട്ടായ്മയാണ് MSS എന്ന് പറയുന്നത്. അതിൻ്റെ തലമുതിർന്ന നേതാക്കളും പുതിയ തലമുറയിലെ അതിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ പ്രതിനിധികളും സഹോദരിമാരുടെ പ്രതിനിധികളുമൊക്കെ പങ്കുചേരുന്ന പ്രൗഢമായ ഒരു സംഗമമാണ് ഈ യൂത്ത് മീറ്റ് എന്ന പേരിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. 3 മണിയോടുകൂടി പൂർത്തിയാക്കി അടുത്ത ഒരു സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് എന്നിൽ അർപ്പിതമായിരിക്കുന്ന സാമൂഹിക പ്രവർത്തനത്തിൻ്റെ വേറിട്ട വഴികൾ എന്ന പ്രമേയത്തെ ആധാരമാക്കി ഏതാനും ചില സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് ചുരുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏറെ അനിവാര്യമായ ഇടപെടലുകൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാമൂഹിക രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു, വിദ്യാഭ്യാസ രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ തലമുറയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പൊതുരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക രംഗത്തുമെല്ലാം ആശങ്ക സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു കാലത്ത് എങ്ങനെയാണ് ഒരു സമൂഹത്തെ പ്രതീക്ഷയോടുകൂടി നയിക്കാൻ കഴിയുക? അതുതന്നെയാണ് ഒരുപക്ഷെ നമ്മളെപ്പോലെയുള്ള നേതൃകൂട്ടായ്മകൾ സാഗൂതം ആലോചിക്കേണ്ടുന്ന, സുചിന്തിതമായി ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാലം എത്ര ദുഷിച്ചാലും ലോകം എത്ര മാറിയാലും ഒരു സമൂഹത്തിലെ സമൂഹത്തിന് വലിയ ദൗത്യമുണ്ട് ആ ജനതയെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിൽ, അവരെ ശാക്തീകരിക്കുന്നതിൽ, അവരെ നവീകരിക്കുന്നതിൽ. അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കാൻ ഒരുപക്ഷെ എന്തുകൊണ്ടും പ്രാപ്തമായൊരു കൂട്ടായ്മയാണ് MSS എന്ന് പറയുന്നത്. അതിന് മധ്യമേഖലയിൽ നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരായ പ്രതിനിധികൾ മാത്രമാണ് ഈ വേദിയിൽ പങ്കുചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മയിൽ പുതിയ തലമുറയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഇടപെടലുകളും വലിയ പോസിറ്റീവായ റിഫ്ലക്ഷൻസ് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ മാറുന്ന കാലത്തെ മാറിയ സാഹചര്യത്തിൽ ഒരു സാമൂഹിക സംവിധാനത്തിൻ്റെ, സംഘാടനത്തിൻ്റെ, ശാക്തീകരണത്തിൻ്റെ പുതുവഴികൾ തേടിപ്പിടിച്ച് ആ മേഖലയിൽ ചടുലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മുടേതുപോലെയുള്ള സാമൂഹിക കൂട്ടായ്മകൾക്ക് എങ്ങനെയാണ് സാധിക്കുക? അതിൻ്റെ അനിവാര്യത എന്താണ്?
അങ്ങനെ ഇടപെടുന്നുണ്ടെങ്കിൽ നമ്മുടെ അജണ്ടയാകാൻ പറ്റാവുന്ന വർത്തമാന പ്രാധാന്യമുള്ള മേഖലകൾ എന്താണ്? അതേക്കുറിച്ച് എന്നെക്കാൾ നല്ല ധാരണയും പ്രാവീണ്യവുമുള്ള ഒരുപാട് പ്രമുഖരായ ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിൽ ഞാൻ അങ്ങനെ വിശദമായി ഒരുപക്ഷെ അങ്ങനെ ഒരു പഠനത്തിൻ്റെയോ പങ്കുവെക്കലിൻ്റെയോ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്കൊക്കെ കൂട്ടായ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ ഞാൻ ചില സൂചകങ്ങൾ പറഞ്ഞ് ചുരുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഉച്ച കഴിഞ്ഞൊരു സമയം, നല്ല ബിരിയാണി കഴിച്ചൊരു സമയം, ഇത്ര സൗകര്യമുള്ള ഒരു ചെയറിലിരുന്ന് ഇത്ര മനോഹരമായൊരു ഹാളിലിരുന്നൊരു പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സൗകര്യം നിങ്ങൾക്ക് നന്നായി ഉറങ്ങാൻ പറ്റുന്ന എല്ലാ അനുകൂല സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു അരമണിക്കൂർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു നിർദ്ദേശം പങ്കുവെക്കാനുള്ളത്, പറയുന്നത് സാമൂഹിക രംഗത്തെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ പുതുവഴികളും വേറിട്ട മാർഗങ്ങളൊക്കെയാണ്. പക്ഷെ നിങ്ങൾ അശ്രദ്ധമായി ഉറങ്ങിയാൽ ഞാനീ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എന്നിരുന്നാലും ഇനി ഉറങ്ങണം എന്ന് നിർബന്ധം തോന്നുകയാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ഉറക്കം ബുദ്ധിമുട്ടിക്കാതെ അയാളെ ശല്യപ്പെടുത്താതെ ഉറങ്ങാൻ നിങ്ങൾ തയ്യാറാകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുണ്ടാകുക. ഒപ്പം ഈ കൂട്ടായ്മയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൂട്ടായ്മയിൽ ഒരുപക്ഷെ ഇത്തരമൊരു വേദിയിലിരുന്ന് ചിന്തിക്കാൻ പറ്റാവുന്ന സമുദായത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന പൊതുവായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാൻ ഈ വേദി ഒരു തുടക്കമിടുക എന്നത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സൊസൈറ്റി എന്ന് പറയുന്നത് സമൂഹത്തിലെ അല്ലെങ്കിൽ സാമൂഹിക ഘടനയിലെ ഏറ്റവും വലിയ ഒരു ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് വെക്കുന്ന ഒരു വലിയ അടയാളമാണ്. നമുക്ക് സമുദായമെന്ന് വിളിച്ചാൽ, സമൂഹമെന്ന് വിളിച്ചാലൊക്കെ ഈ വലിയ ജനതയുടെ മുന്നിൽ നമ്മൾ എന്ന വ്യക്തിക്ക് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാമിക സംസ്കാരത്തിൽ തന്നെ രണ്ടർത്ഥത്തിലാണ് സമൂഹത്തെ അടയാളപ്പെടുത്തുന്നത്. ഒന്ന് ഉമ്മത്ത് എന്ന് പറയുന്ന പദപ്രയോഗം കൊണ്ടാണ്, രണ്ടാമത്തത് മില്ലത്ത് എന്ന് പറയുന്ന പ്രയോഗം കൊണ്ടാണ്. എന്താണ് ഈ ഉമ്മത്ത്, എന്താണ് ഈ മില്ലത്ത് എന്ന് മനസ്സിലാക്കിയാൽ സാമൂഹിക പരിസരത്തിൽ നമ്മുടെ ഇടപെടലിൻ്റെ അനിവാര്യത എന്താണെന്ന് വളരെ എളുപ്പത്തിൽ ബോധ്യമാകും. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകൻ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഈ രണ്ട് വിഭാഗങ്ങളുടെ ഭാഗമാണ്. ഒന്ന് കുറച്ചുകൂടി പെർട്ടിക്കുലറാണ്, മറ്റേത് കുറച്ചുകൂടി ജനറലാണ്. പെർട്ടിക്കുലറായ ഒരു സാമൂഹിക ഘടന എന്ന് പറയുന്നത് സമുദായമാണ്. ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ തങ്ങളുടെ സമുദായത്തിൽ പെടുക എന്നുള്ളതാണ് ഉമ്മത്ത് എന്നതിൻ്റെ വിവക്ഷ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം പ്രവാചകൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുറക്കെ പ്രഖ്യാപിക്കുന്നവരാണ്. ആ പ്രഖ്യാപനത്തിൻ്റെ മാധുര്യം അറിയുന്നവരാണ്, അത് പിന്തുടരുന്നവരാണ്. സ്വാഭാവികമായും ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറയുന്ന അവസാന പ്രവാചകൻ്റെ അനുയായികളായി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാണുകയും പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് നമ്മളെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ എല്ലാവരും ഈ ഉമ്മത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ രണ്ടാമത്തെ തലം സമൂഹമെന്ന് പറയുന്ന ഒരു വലിയ ഭാഷ്യമാണ്. ആ സമൂഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് ഉമ്മത്താകണമെന്നില്ല, അത് മില്ലത്താണ്. മില്ലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലാർത്ഥത്തിൽ വിശ്വാസികളുടെ ഒരു വിശ്വാസ മാനദണ്ഡങ്ങൾ മുഴുവൻ എടുത്താൽ മുസ്സദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം കൊണ്ടുവന്ന വഴികളെ ശാക്തീകരിച്ച് സത്യപ്പെടുത്തി സാക്ഷിയാക്കി ജീവിക്കുന്ന ആ സാമൂഹിക ധാരയുടെ ഭാഗമാകുന്നവരെല്ലാം സൊസൈറ്റിയുടെ ഭാഗമാണ്, സമൂഹത്തിൻ്റെ ഭാഗമാണ്. അത് ഇബ്രാഹിമി പാതയാകാം, നൂഹ് നബിയുടെ ഒരു പിന്തുടർച്ചയാകാം, മൂസ നബിയുടെയും ഈസാ നബിയുടെയും പിന്മുറക്കാരാവാം. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുൻകഴിഞ്ഞുപോയ ചിന്താധാരകൾ, അത് വ്യതിയാനമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ആ മുൻകഴിഞ്ഞുപോയ വിവിധ ജനതകളുടെ, സമുദായങ്ങളുടെ, സമൂഹങ്ങളുടെ ഒരു പൊതു പരിപ്രേക്ഷ്യമെന്ന് പറയുന്നതാണ് സമൂഹമെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഒരേ സമയം കേരളത്തിലെ മലപ്പുറത്തോ കോഴിക്കോട്ടോ കണ്ണൂരിലോ തൃശ്ശൂരിലോ എറണാകുളത്തോ ആലപ്പുഴയിലോ ജീവിക്കുമ്പോൾ നമ്മൾ ഒരേ സമയം ഒരു സമുദായത്തിൻ്റെ ഭാഗമാണ്, അതേസമയം ഒരു വിശാലമായ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ആ വിശാലമായ സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവിടെ വിവിധ സംസ്കാരങ്ങളുണ്ടാവാം, വിവിധ മതസംവിധാനങ്ങളുണ്ടാവാം, വിവിധ രാഷ്ട്രീയ ജാതി മതസങ്കല്പങ്ങളുടെ എല്ലാം പൊതു പരിപ്രേക്ഷ്യത്തിനുള്ളിൽ നിന്ന് ഒരു മനുഷ്യനായി, ഒരു സമൂഹത്തിലെ ഒരു കണ്ണിയായി, ഒരു പൗരനായൊക്കെ നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഒരു ഘടനയാണ് സമൂഹം എന്നതിൻ്റെ വിവക്ഷ. സമുദായം എന്ന് പറഞ്ഞാലോ എളുപ്പത്തിൽ പറയാൻ പറ്റും. നമ്മളൊക്കെ മുസ്ലിം എന്ന് വിളിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ സത്യദർശനത്തെ ജീവിതത്തിൽ വിശ്വസിക്കുന്ന, അത് പ്രായോഗികമായി പ്രാവർത്തികമായി കൊണ്ടു നടക്കണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു ധാരയിൽ പ്രവാചകൻ്റെ അനുയായികളാണ്, ഇസ്ലാം മത വിശ്വാസികളാണ് എന്നൊക്കെ ചേർത്ത് വെച്ച് പറയുന്നവരെല്ലാം നമ്മൾ പൊതുവായി ഗണിക്കുന്നത് സമുദായത്തിൻ്റെ പരിധിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സമുദായത്തിനുള്ളിൽ ഉത്തരവാദിത്തമുള്ളവരാണ്, സമൂഹത്തിനുള്ളിൽ നമുക്ക് ചില അടയാളങ്ങൾ തീർക്കാനുള്ളവരാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു നേതാവെന്ന നിലയിൽ
സാമൂഹിക പ്രതിനിധി എന്ന നിലയിൽ, സമൂഹത്തെ പരിവർത്തിപ്പിക്കേണ്ടെന്ന ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലയിൽ നമ്മൾ ഈ രണ്ട് മേഖലകളിലും എന്തടയാളമാണ് ജീവിതത്തിൽ തീർക്കുന്നത്? ആദ്യം ചോദിക്കേണ്ടുന്ന ചോദ്യം ഇതാണ്. 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മുടെ ഭാഗധേയം എന്താണ് എന്നറിയുക. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിനെ ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തോട് പറയുന്നത് കാണാം, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെട്ടിട്ടുള്ള ഖലീഫയാണ്. ഇന്ന ജഅൽനാകും ഫിൽ അർദി ഖലീഫ. ഈ പ്രപഞ്ചത്തിലേക്ക്, ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധിയാണ് നിങ്ങൾ. കാരണം എന്താ? ഖലീഫ ഈ നാടിൻ്റെ പ്രതീകമാണ്, ഈ നാടിൻ്റെ പ്രാതിനിധ്യമാണ്. ഈ പ്രാതിനിധ്യം കൊണ്ട് കടന്നു വരുന്ന ഒരാൾ കേവല സമുദായത്തിൻ്റെ പ്രതിനിധിയല്ല, വിശാലമായൊരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്, ജീവിക്കുന്ന കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും പ്രതിനിധിയാണ്. അങ്ങനെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഈ ഭൂമിയിലേക്ക് വിശ്വാസികളായ എന്നെയും നിന്നെയും അള്ളാഹു അയച്ചിട്ടുള്ളതെന്ന് പ്രവാചകർ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിവചിക്കുന്നത് കാണാം. ഖലീഫ എന്നതിന് ഒരുപക്ഷെ നമ്മൾ വിവക്ഷിച്ചിട്ടുള്ള അർത്ഥങ്ങളിൽ ഒന്ന് ഭരണാധികാരി എന്നുള്ളതാണ്. ഖലീഫമാരെ പോലെ, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബിനെ പോലെ, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലിയാരെ പോലെയൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ അങ്ങ് അബ്ബാസിയ ഖിലാഫത്തിൻ്റെ അവസാന കാലഘട്ടം വരെ, ഫാത്തിമി ഭരണകൂടം തകരുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം കണ്ട ഖലീഫ സങ്കല്പത്തിൻ്റെ, ഭരണസങ്കല്പത്തിൻ്റെ നേതൃത്വ ഗരിമയിൽ നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ഖലീഫ എന്ന് വിളിക്കാറുള്ളത്. പക്ഷെ പരിശുദ്ധ ഖുർആൻ ഭരണാധികാരി എന്ന അർത്ഥത്തിലായിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഖലീഫയാക്കുന്നുവെന്ന് പറയാൻ സാധ്യതയില്ല. പക്ഷെ പരിശുദ്ധ ഖുർആനിൻ്റെ വിവക്ഷ നിങ്ങളെ, ഈ പ്രപഞ്ചത്തിൽ എല്ലാ വിശ്വാസികളായ ആളുകളെയും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് അത് ഖലീഫയായിട്ടാണെന്ന് പറയുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിതത്തിൽ, മനുഷ്യജന്മത്തിൽ, ഈ സാമൂഹികമായ ഒരു ഘടനയിൽ, സാമുദായികമായ പരിപ്രേക്ഷ്യത്തിൽ പിറന്നു വീടുന്ന നമ്മളെല്ലാം ഖലീഫമാരാണ്. ഈ പ്രപഞ്ചത്തിൽ ഉത്തരവാദിത്തമുള്ള പ്രതിനിധികളാണ്. ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടുന്ന, പ്രാതിനിധ്യ സ്വഭാവമുള്ള, പങ്കാളിത്തം വഹിക്കേണ്ടുന്ന സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണെന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ടതാണ് ഈ സമൂഹത്തിലെ നമ്മുടെ ഓരോ ഇടപെടലുകളും. അപ്പോൾ എൻ്റെ ദൗത്യമെന്ന് പറഞ്ഞാൽ, ഞാനൊരു ഖലീഫയായി ഈ സമുദായത്തിലും സമൂഹത്തിലും ഈ വിശാലമായ ഈ ലോകത്തും എൻ്റെ അടയാളങ്ങൾ തീർത്ത് അർത്ഥവത്തായി ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് പിരിഞ്ഞു പോവുക എന്നുള്ളതാണ്. നിങ്ങളും ഞാനും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടത്, നമ്മളിൽ എത്ര പേർ ഈ ഖലീഫയാകുന്നിടത്ത് വിജയിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു വിശാല സങ്കല്പത്തിൽ ഒരു ഖലീഫയാകാൻ കഴിയുന്നുണ്ടോ? സമുദായത്തിൻ്റെ പ്രതിനിധിയാണ് ഞാനെന്ന് പറയാൻ, സമുദായത്തിലൊരു അംഗമാണെന്ന് പറയാൻ എളുപ്പമാണ്. സമുദായത്തിൻ്റെ പ്രതീകമാണെന്ന് പറയാൻ, ഈ ഉമ്മത്തിൻ്റെ പ്രതിനിധിയാണെന്ന് പറയാൻ, ഈ സമൂഹത്തെ നയിക്കാനും ജയിക്കാനും പറ്റാവുന്ന, അവർക്ക് മുന്നിൽ ഒരു വഴികാട്ടിയും വെളിച്ചവുമാകാൻ പറ്റുന്ന, കരുത്തു പകരുന്ന പ്രതിനിധിയാണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നമ്മൾ അർത്ഥവത്തായി ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒന്ന്. രണ്ടാമത്തത്, അങ്ങനെ വിശ്വസിക്കുന്നിടത്താണ് പരിശുദ്ധ ഖുർആനിൻ്റെ 2 പ്രയോഗം. ഇത് ഒരുപക്ഷെ നമ്മൾ ഈ വിഷയത്തെ ഗൗരവത്തിൽ, ഒരു സാമൂഹിക പ്രാതിനിധ്യത്തെ ചിന്തിക്കുമ്പോൾ ഇതിലും മനോഹരമായി ഖുർആനിനത് പരിചയപ്പെടുത്തിത്തരാൻ കഴിയില്ല. ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, വിശ്വാസികളായ നമ്മൾ 2 തരത്തിലാണ് ഈ ഭൂമിയിൽ പ്രതിനിധീകരിക്കുന്ന ഖലീഫയാകുന്നത്. ഒന്ന്, അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ വിഭാഗമാണ്. അഅലൗനയാണ്, അത്യുന്നതരാണ്, വരേണ്യരാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ് നിങ്ങൾ. നിങ്ങളെ വെല്ലാൻ ഒരു സമൂഹത്തിനും കഴിയില്ല. അഅലൗന എന്ന് പറഞ്ഞ പദം ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു ജനസമൂഹമാണ് നിങ്ങളെന്ന് ചുരുക്കം. അത്ര വലിയ ഒരു ജനവിഭാഗമാണ്. മറ്റൊരിടത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ല, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഈ സമുദായത്തിന്, കടന്നു വന്ന സമൂഹത്തിനുള്ള ഏറ്റവും ഉത്തമ സമുദായമാണ്, ഖൈർ ഉമ്മയാണ്. ഈ മില്ലത്താകുന്ന സമൂഹത്തിലേക്ക് കടന്നു വന്ന ഏറ്റവും നല്ല ഉമ്മത്താണ് നിങ്ങൾ. ഖൈർ ഉമ്മയാകുക, അഅലൗന എന്ന ഏറ്റവും അഭ്യുന്നതയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാകുക, ഇതിന് രണ്ടിനെയും അടയാളപ്പെടുത്തുന്ന ഒരു ഖലീഫയാകുക. ഇതാണല്ലോ നമ്മുടെ ദൗത്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ദൗത്യം നിർവഹിക്കുന്നിടത്ത് നമ്മൾ വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ഒരുപക്ഷെ ആലോചിക്കേണ്ടി വരുന്നത്. ഇവിടെയാണ് ഖൈർ ഉമ്മ എന്നത് ഞാൻ വിശദീകരിക്കേണ്ടത് പോലുമില്ല, നിങ്ങൾക്കറിയാം. പരിശുദ്ധ ഇസ്ലാം ആ സങ്കല്പത്തെയാണ് മനോഹരമായി ലോകത്തിന് മുന്നിൽ വെക്കുന്നത്. നിങ്ങൾ ഈ സമൂഹത്തിലെ ഏറ്റവും നല്ലവരാകുക, ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഖൈർ ഉമ്മയാകുക. എന്താണ് ഖൈർ ഉമ്മ എന്ന് ഞാൻ ശേഷം പറയാം. ആദ്യത്തേത് അഅലൗന എന്ന പദപ്രയോഗമാണ്. അഅലൗന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിങ്ങളെ വെല്ലാൻ വേറൊരാളില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് ലോകത്തിലെ മുസ്ലിമീങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മളാണോ മറ്റുള്ള സമുദായങ്ങളെക്കാൾ മുന്നിൽ നിൽക്കാൻ കഴിവും പ്രാപ്തിയും കെൽപ്പുമുള്ളവരായി ഇന്ന് സമൂഹത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്? അല്ല. നമ്മുടെ രാജ്യത്തിലടക്കം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ്.
ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അതിൻ്റെ ഡാറ്റകൾ നമ്മൾക്കിടയിൽ പഠനവിധേയമായപ്പോൾ നമ്മൾ ഒരുപോലെ വിളിച്ചു പറഞ്ഞതാണ്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഈ സമൂഹത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കാൾ പിറകിലാണ്, ആദിവാസി സമൂഹത്തെക്കാൾ പിറകിലാണ് പലയിടത്തും. എന്ന് പറഞ്ഞാൽ ആഴലോന അത്യുന്നതരെന്ന് പറഞ്ഞൊരു സമുദായം അത്യുന്നതരാകുന്നില്ല എന്നതാണ് പ്രായോഗിക വർത്തമാനം നമുക്ക് നൽകുന്ന ഗുണപാഠം. നമ്മൾ ആകുന്നിടത്ത് ആകേണ്ടതുപോലെ ഈ സമുദായത്തിന് അങ്ങനെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗം പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് അത്യുന്നതർ, ഇൻകുന്നു മുഅ്മിനീൻ, നിങ്ങളാണ് മുഅ്മിനീങ്ങളെങ്കിൽ നിങ്ങളാണ് അത്യുന്നതർ. ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. അത് സാധുവാകുകയല്ലാതെ വേറെ വഴിയില്ല. ഖുർആൻ ഒന്ന് പ്രഖ്യാപിക്കുകയും നേരെ തിരിച്ചൊന്ന് സംഭവിക്കുകയും ചെയ്യില്ല. അപ്പോൾ ഖുർആനിൻ്റെ പ്രഖ്യാപനത്തിൽ തന്നെ അതിൻ്റെ കണ്ടീഷൻ വ്യക്തമാണ്. എവിടെയാണ് നിങ്ങൾ ഈ സമൂഹത്തിലെ അത്യുന്നതരായി മാറുക? നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ മാത്രമാണ്. നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്നിടത്ത് വിജയിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഉന്നതരായി മാറുക. അതിനർത്ഥം നമ്മൾ ഏറ്റവും ഉത്കൃഷ്ടമായ സമൂഹമാണെങ്കിൽ ആ ഉത്കൃഷ്ടമാകുന്നതിൻ്റെ മാനദണ്ഡം നമ്മൾ വിശ്വാസികളാകുക എന്നുള്ളിടത്താണ്. വിശ്വാസത്തിൻ്റെ മൂല്യത്തിൽ എവിടെയെങ്കിലും പോട്ടം സംഭവിച്ചാൽ സ്വാഭാവികമായി നമ്മൾ ഉന്നതരാകുക എന്ന് പറയുന്ന ഗുണങ്ങളിലേക്ക് വളർന്നു വരാനുള്ള സാധ്യതയില്ല എന്ന് ചുരുക്കം. നാട്ടിൻപുറത്ത് തമാശക്ക് പറയാറുള്ള ഒരു കഥയുണ്ട്. 2-3 ചെറുപ്പക്കാർ ഒന്നിച്ചിങ്ങനെ കുറേ കാലം പണിയെടുത്തു, കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു, അവർ ബോംബെ കാണാൻ പോകണം. അങ്ങനെ ബോംബെ കാണുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു എക്സൈറ്റഡ് ആയ ഒരു ഇനീഷ്യേറ്റീവാണ്, ഒരു അഡ്വഞ്ചറസ് ആയ ഒരു എഫേർട്ടാണ്. അങ്ങനെ സാഹസികമായി ബോംബെയിൽ പോകാൻ അത്രകാലം സ്വരുക്കൂട്ടിയ പണമൊക്കെ കയ്യിൽ പിടിച്ച് ഇവരങ്ങനെ ഇങ്ങനെ ബോംബെയിലേക്ക് യാത്ര പോകാൻ ഒരുങ്ങാൻ. ആ ഗ്രാമപ്രദേശത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ബോംബെ കാണാൻ പോകുന്നത്. നാട്ടിൽ മുഴുവൻ വലിയ ആഘോഷമാണ്, വലിയ ആവേശമാണ്, അത്ഭുതമാണ്. ഇവർ 3 പേരും ബോംബെയിലേക്ക് പോകുന്നു. ആ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ബോംബെയിൽ ചെന്നു, അവിടെ ചെന്ന് അവിടുത്തെ അതിശയങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ്. കണ്ടുകൊണ്ടിരുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്തിയത് മുതൽ അവരവിടുത്തെ മനോഹരമായ അമ്പരചുംബികളായ കെട്ടിടങ്ങളും അവിടുത്തെ മനോഹരമായ പട്ടണവും അതിൻ്റെ മനോഹാരിതയും എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ വൈകുന്നേരമായി ക്ഷീണം വന്നപ്പോൾ അവർക്ക് വിശ്രമിക്കണമല്ലോ. അവർ സ്വരുക്കൂട്ടിയ പണത്തിൻ്റെ വിഹിതം വെച്ച് അതിന് പറ്റുന്ന ഒരു അക്കമഡേഷൻ കണ്ടെത്തി എവിടെയെങ്കിലുമൊക്കെ താമസിക്കണമെന്ന രീതിയിൽ ഹോട്ടലുകൾ കയറി ഇറങ്ങുകയാണ്. ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കൂട്ടത്തിലൊരു സുഹൃത്ത് പറഞ്ഞു, നമ്മൾ ഏതായാലും ബോംബെയിലാണുള്ളത്, നാട്ടിലൊക്കെ വലിയ വിലയാണ് നമ്മൾ ഈ ബോംബെയിൽ വന്നിട്ട്, നമ്മൾ മാത്രമേ ബോംബെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഏതായാലും പൈസ കൊടുത്തിട്ടാണ് ഇന്ന് താമസിക്കാൻ റൂം എടുക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമ്മൾ താമസിക്കുന്നത് ബോംബെയിലെ ഏറ്റവും വലിയ കെട്ടിടത്തിന് മുകളിലായിരിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ നിലകളുള്ളൊരു കെട്ടിടം അന്വേഷിക്കുക എന്നതായി അവരുടെ ആഗ്രഹം. അവരിങ്ങനെ തേടിപ്പിടിച്ചു, പല കെട്ടിടങ്ങളിലേക്കും പോയി അവസാനം ഒരു 26 നിലയുള്ളൊരു കെട്ടിടം കണ്ടു. ആ 24 നിലകളുള്ള കെട്ടിടത്തിന് മുകളിൽ ആ കെട്ടിടത്തിൻ്റെ ഉള്ള ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി വലിയ ആവേശത്തോടെ അവർ കയറി ചെന്ന് ആ 26 നിലകളുള്ള ആ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ റിസപ്ഷനിലിരുന്ന് ഹോട്ടൽ റൂമിൻ്റെ കോസ്റ്റൊക്കെ സംസാരിച്ച് റൂമൊക്കെ ഉണ്ട് എന്നറിഞ്ഞു. ഉറപ്പുവരുത്തി അവരേതാണ്ട് അതിന് പണമൊക്കെ കൊടുത്തിട്ട് റൂം ബുക്ക് ചെയ്യാനിരിക്കുമ്പോൾ കൂട്ടത്തിലെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, നമ്മളൊരു കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ്, ഈ ബോംബെയിൽ 26 നിലകളുള്ള ഏറ്റവും വലിയൊരു കെട്ടിടത്തിലാണ് നമ്മൾ റൂം എടുത്തത്. ആ കൂട്ടത്തിൽ ഇനി നമുക്ക് ഒരു അച്ചീവ്മെൻറ്റ് കൂടി നാട്ടിൽ പോയിട്ട് പറയാൻ പറ്റും, ഇതിൽ 26ാമത്തെ നിലയിൽ റൂം ഉണ്ടോയെന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. ഉണ്ടെങ്കിൽ ആ 26ാമത്തെ നിലയിലാണ് നമ്മൾ താമസിക്കുന്നതെന്ന് പറയാൻ അതൊരു വലിയ കൗതുകമുള്ളൊരു സംഗതിയാണ്. ആവേശത്തോടെ പറഞ്ഞു. അങ്ങനെ സന്തോഷം ഇവർ അന്വേഷിച്ചു. അവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, 26ാമത്തെ നിലയൊക്കെ റിസ്ക്കാണ്, ഒന്ന് കറണ്ട് പോയാൽ ലിഫ്റ്റ് ഒന്ന് നിലച്ചാൽ നിങ്ങൾ വലിയ കഷ്ടപ്പെട്ടിട്ട് വേണം താഴെ വരാൻ, അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ആലോചിച്ചിട്ട് എടുത്തോളി, അവിടെ ഒന്നും കാര്യമായിട്ട് അങ്ങനെ ആരും റിസ്ക് എടുത്തിട്ട് പോകാറില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർ പറഞ്ഞു, ഞങ്ങൾ അധ്വാനിക്കുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്, ഞങ്ങൾ നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ്, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, 26ാമത്തെ നിലയിൽ റൂം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് റൂം കൊടുത്തു. അപ്പോൾ റൂം കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഒരു കാര്യം ചെയ്തോ, ആ പഴയ കാലത്ത് ഒരു സൈഡിൽ ഇങ്ങനെ ലിഫ്റ്റ് സംവിധാനമുണ്ട്, ആ ഇടുങ്ങിയ ലിഫ്റ്റിൽ ഇങ്ങനെ കയറി നിങ്ങളങ്ങനെ മുകളിലോട്ട് പോകുകയാണെങ്കിൽ കുറച്ച് സമയം എടുത്താലും 26ാമത്തെ നിലയിലേക്ക് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ എത്താൻ പറ്റും, നിങ്ങൾ വലിയ സ്റ്റെപ്പ് കയറി കുഴയില്ല, ക്ഷീണം വരില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ എന്താ ഞങ്ങളെപ്പറ്റി മനസ്സിലാക്കിയത്? ഞങ്ങൾ ഗ്രാമപ്രദേശത്ത് നാട്ടിൻപുറത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കയ്യിൽ തഴമ്പുള്ള ആരോഗ്യമുള്ള നല്ല ദൃഢഗാത്രന്മാരായ ചെറുപ്പക്കാരാണ്. ഞങ്ങളങ്ങനെ ലിഫ്റ്റിലൂടെ എളുപ്പ വഴിയിൽ മേലോട്ട് കയറേണ്ട പ്രശ്നം, ഞങ്ങൾക്ക് സ്റ്റെപ്പ് കയറണമെന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, 26 നില എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതാന്ന് പറഞ്ഞ് കയറും എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിച്ച് ഇവരിങ്ങനെ താക്കോലും അവർ ഇതൊക്കെ വാങ്ങി റൂമൊക്കെ ബുക്ക് ചെയ്ത് അവരും എല്ലാം സ്റ്റെപ്പ് കയറാൻ നോക്കുകയാണ്. അവർ തീരുമാനിച്ച സ്റ്റെപ്പ് കയറി 1 നില കഴിഞ്ഞു, 2 നില കഴിഞ്ഞു, 3ാമത്തെ നിലയിലെത്തിയപ്പോൾ ക്ഷീണം വരാൻ തുടങ്ങി, കിതക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കൂട്ടത്തിലെ ആൾ പറഞ്ഞു, എടാ ഇനിയും ബാക്കിയുണ്ട് 23 നില,
എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലെത്തുക? വലിയ ഡയലോഗൊക്കെ അടിച്ച് വന്നിട്ട് നമുക്ക് 23 നിലയുടെ മുകളിൽ എത്തുക എന്ന് പറഞ്ഞാൽ 3 കഴിഞ്ഞിട്ടുള്ളൂ, ഇനി അത്ര തന്നെ ബാക്കിയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, താഴെ പോയിട്ട് ഇനി ലിഫ്റ്റ് കയറുക എന്ന് പറഞ്ഞാൽ മഹാമോശമാണ്. കാരണം ആ ജാതി വർത്താനവും പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത്. അതുകൊണ്ട് ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, എങ്ങനെങ്കിലുമൊക്കെ 26ാം നിലയിൽ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കയറുക. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പണിയെടുക്കുന്ന സമയത്തൊക്കെ ചെയ്യണത് പോലെ ആരേലും ഒരാൾ ഒരു നല്ല തമാശ, സ്നേഹമുള്ള, നല്ല നൈർമല്യമുള്ള, കേട്ടാൽ ചിരിക്കുന്ന, എല്ലാം മറന്ന് ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന, നല്ല ജീവിതത്തിൽ കേട്ട ഏറ്റവും മധുരമായൊരു തമാശ പറയാം. ആ തമാശ ഇങ്ങനെ പറഞ്ഞ് കേട്ട് ആസ്വദിക്കുന്നതിനിടയിൽ നമ്മൾ അങ്ങനെ കയറിപ്പോവും. അപ്പോൾ വലിയ ക്ഷീണമൊന്നും അറിയില്ല. 3 തീരുമാനിച്ചു, 3 തമാശ 3 ആലോചിച്ചു. ആദ്യത്തെ ആളെ കഥ പറഞ്ഞു. ആ കഥ കേട്ട് ചിരിച്ച് ആവേശത്തിൽ ഇവരങ്ങനെ 10-12 നിലയിലെത്തി. അങ്ങനെ 12ാമത്തെ നിലയിലെത്തിയപ്പം 2ാമത്തെ ആൾ പറഞ്ഞിടാ നിൻ്റെ ഊഴമായി പറഞ്ഞോളാൻ പറഞ്ഞു. ഓനും നല്ല ഗംഭീരം ഒരു ഫലിതം പറഞ്ഞു. ആ തമാശ പറഞ്ഞു ഒരു 20-21ാമത്തെ നിലയിലെത്തി. ഇനി ആകെ 4-5 നിലയെ ബാക്കിയുള്ളൂ. 2ആളും കൂടെ പറഞ്ഞു, ഞങ്ങൾ 2ആളും കൂടെ തള്ളി ഇതാ 21ാമത്തെ നിലയിലെത്തി ഞങ്ങളെ തമാശയും കൊണ്ട്. ഇനി എൻ്റെ ഒരു തമാശ 4 നിലക്കുള്ളത് മതി, ചെറുത് മതി, അപ്പോഴേക്കും നമ്മൾ മുകളിലെത്തും. അതുകൊണ്ട് ഈ തുടങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ തുടങ്ങലൊക്കെ തുടങ്ങാം, പക്ഷെ എൻ്റെ തമാശ നിങ്ങൾ പറഞ്ഞ പോലത്തെ തമാശയല്ല. ഞാൻ പറയുന്ന തമാശ കേട്ടാൽ നാട്ടുകാർക്ക് മുഴുവൻ തമാശ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തമാശ കേട്ട ദേഷ്യം വരിക. അത് ആര് കേട്ടാലും ചിരിച്ച് മണ്ണ് കപ്പും, പക്ഷെ നിങ്ങൾക്ക് മാത്രം അത് സന്തോഷം ഉണ്ടാവില്ല, നമുക്കത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നതാണ്. വീണ്ടും ഇവനിങ്ങനെ വിശദീകരിക്കാൻ നിന്നപ്പോൾ ഇവർ ഈ ജാതി തട്ടിപ്പൊന്നും പറ്റില്ല, നീ തമാശ പറഞ്ഞേ പറ്റൂ. അപ്പോഴേക്കും ഇവൻ ഒരു നില കഴിഞ്ഞു. അപ്പോൾ ഇവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് നീ പറഞ്ഞിട്ട് പോയാൽ മതി എന്നാണ്. അങ്ങനെ ഇവർ തീരുമാനിച്ചവൻ പറഞ്ഞു, എന്നാൽ ഞാൻ പറയാം, ഒരു കണ്ടീഷൻ. ഈ തമാശ കേട്ടിട്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ പ്രകോപിതരാകരുത്, ഒന്നും പറയരുത്, കുറ്റപ്പെടുത്തരുത്, എന്നോട് മോശമായി പെരുമാറരുത്, അതൊക്കെ ഓക്കെയാണ് ഞാൻ പറയാമെന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, കുഴപ്പമില്ല, തമാശ കേട്ടാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഈ പറഞ്ഞു തന്നു. അങ്ങനെ 23ാമത്തെ നിലയിൽ നിന്ന് 26ാമത്തെ നിലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാൾ പറഞ്ഞു, എൻ്റെ ആ ചെറിയ തമാശ മറ്റൊന്നുമല്ല, നമ്മൾ താഴെ നിന്ന് 26ാമത്തെ നിലയിൽ റൂമും വേണമെന്നും പറഞ്ഞ് ഈ ലിഫ്റ്റൊന്നും ആവശ്യമില്ല, നല്ല ആരോഗ്യമുള്ള കൈക്ക് തഴമ്പുള്ള ചെറുപ്പക്കാരെന്നൊക്കെ ഡയലോഗൊക്കെ അടിച്ച് നമ്മളവിടുന്ന് റൂം എടുത്തിട്ട് വരുമ്പോൾ അയാൾ എൻ്റെ കയ്യിലൊരു സാധനം തന്നിരുന്നു. അത് ഞാൻ ആ സോഫേമിൽ വെച്ച് മറന്നുപോയി. അതാണ് എൻ്റെ പ്രശ്നം. ചോദിച്ചു, ചങ്ങാതി എന്താണത്? അതൊന്നുമില്ല, 26ാമത്തെ നിലേൻ്റെ താക്കോലാണ്. ഈ റൂമിൻ്റെ താക്കോല് താഴത്തെ സോഫേമിലാണുള്ളത്, അതവിടെ വെച്ച് ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് പറയും, ഈ തമാശ കേട്ട എല്ലാവരും ചിരിക്കും, പക്ഷെ നമുക്ക് സങ്കടം കരച്ചിലാണ് വരിക. കാരണം 26 നില ഇനിയും താഴെ ഇറങ്ങി പോയിട്ട് വേണം ഈ താക്കോലെടുത്ത് മുകളിൽ കയറി പിന്നെ ഈ കണ്ട ഒരു നമ്മളിൽ ലക്ഷ്യമിട്ട റൂമിലേക്ക് കയറി ചെല്ലാൻ. ആകെ പരിഭ്രാന്തിയിലായി, ഒന്നും പറയാനും വയ്യ. വാഗ്ദത്തം കൊടുത്തതാണ്, ദേഷ്യം പിടിക്കില്ല എന്ന്. 26ാമത്തെ നിലയിൽ 3 ആളും കൂടെ തീരുമാനിച്ചു, തൽക്കാലം ഒരു രാത്രിൻ്റെ പ്രശ്നമല്ലേ, ഒരു കാര്യം ചെയ്യുക, താഴെ പോയി താക്കോലെടുത്തിട്ട് ഓല മുന്നിലേക്ക് നാണം കേടാനൊന്നും ആവില്ല. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ രാത്രി ക്ഷീണമുണ്ട്, ഈ വരാന്തയിൽ അങ്ങ് കിടന്നൊപ്പിക്കുക. സംഗതി 26ാമത്തെ നിലയിൽ റൂം നമ്മളതാണല്ലോ, കയറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. വരാന്തയിൽ കിടന്നിട്ട് അങ്ങ് താഴെ ഇറങ്ങിപ്പോരുക. തൽക്കാലം അങ്ങനെ പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. നാട്ടിൽ വന്നിട്ട് ഇവർ പറഞ്ഞു, ഞങ്ങൾ 26ാമത്തെ നിലയിലെ ഏറ്റവും ഉയർന്ന റൂമിലാണ് ഞങ്ങൾ റൂം എടുത്തതെന്നൊക്കെ പറഞ്ഞു. ഇവർ താമസിച്ചിട്ടില്ല എന്നുള്ളത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. ഈ ആയത്ത് ഓതുന്ന സമയത്ത് നമ്മുടെ സമുദായം എന്ന അത്യുന്നത സമുദായം എവിടെയാണെന്ന് അന്വേഷിച്ചാൽ ഏതാണ്ട് കിട്ടുന്ന ഉത്തരം ഇതാണ്. കയ്യിൽ താക്കോലെടുത്ത് മുകളിൽ പോയി റൂമിൽ കയറാൻ പറഞ്ഞിട്ട് താക്കോല് താഴെ മറന്നുപോയി റൂമിൽ കയറാൻ യോഗമില്ലാതെ വരാന്തയിൽ കിടക്കുന്ന സമുദായമാണ് നമ്മുടെ സമുദായം ഇന്ന് എന്ന് നമ്മുടെ പുതിയ വർത്തമാന സാഹചര്യം പരിശോധിക്കുമ്പോൾ എളുപ്പത്തിൽ ബോധ്യമാകും. റൂമില്ലാത്തത് കൊണ്ടല്ല, കയറാൻ യോഗ്യതയില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്ത റൂമാണ് എന്നല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അവിടെ കയറാനുള്ള യോഗം നമുക്കില്ല. കാരണം ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിലാണ് നിങ്ങൾ അത്യുന്നതരെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ വിവക്ഷ നമ്മൾ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുന്നിടത്ത് പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു മുഅ്മിനാണ് എന്ന രീതിയിൽ അതിനർഹരാകാൻ നമുക്ക് കഴിയുന്നില്ല. മധ്യകാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അങ്ങനെയായിരുന്നു, അവർക്ക് സാധിച്ചു. അവർ ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന രീതിയിൽ അവർ സമൂഹത്തിൻ്റെ നെറുകയിൽ നിഴലിച്ചവരാണ്. അതുകൊണ്ടാണ് മഹാനായ ഗാന്ധിജി പോലും ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, യൂറോപ്യൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക ബ്രേഡ് ദ അഡ്വെന്റ് ഓഫ് ഇസ്ലാം. Islam was preached the humanity to the entire world, and Islam was the gospel of brotherhood, and Islam was the real torch bearer of entire medieval world. ലോകത്തിലെ മധ്യകാലഘട്ടത്തിൻ്റെ വിളക്കുമാടം കയ്യിലെന്തി ആ സമൂഹത്തിന് വെളിച്ചം കാണിച്ചു കൊടുത്ത ജനത ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ലോകത്തിലെ മധ്യകാലത്തിലെ മുസ്ലിങ്ങളാണ്, മെഡീവൽ വേൾഡിലെ മുസ്ലിമീങ്ങളാണ്. ആ സമൂഹത്തെ അവരായിരുന്നു ദ റിയൽ ടോർച്ച് ബിയറർ ഓഫ് എൻറ്റയർ മെഡീവൽ വേൾഡ്. മഹാനായ ഗാന്ധിജി പറയാണ്, യൂറോപ്യൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക ബ്രേഡ് ദ അഡ്വെന്റ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ വരവിനെ ആഫ്രിക്കയിലെ യൂറോപ്യന്മാർക്ക് പോലും പേടിയായിരുന്നു. കാരണം എന്താ, ഇവർ ഉന്നതമായ നിലകളുള്ള കെട്ടിടത്തിൻ്റെ മുകളിലെ റൂമിൽ, ആ റൂം സ്വന്തമായി അവകാശമുള്ള യോഗ്യതയുള്ളൊരു ജനവിഭാഗമാണ്.
ആ ജനവിഭാഗം അവർ ഗോസ്പൽ ഓഫ് ബ്രദർഹുഡാണ്, സാഹോദര്യത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരാണ്. അവർ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രീച്ച്ഡ് ദ ഹ്യൂമാനിറ്റി ടു ദ എൻറ്റയർ വേൾഡ്. മനുഷ്യത്വം ലോകത്തോട് സംവദിച്ച ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ജനവിഭാഗമാണ്. അമേരിക്കയിലെയും യൂറോപ്പിലെയും ജനങ്ങൾക്ക് നാണം മറക്കാനുള്ള ധാർമ്മികത പോലും പഠിച്ചിട്ടില്ലാത്തൊരു കാലത്ത് ലോകത്തെ സംസ്കാരവും ശാസ്ത്രവും സാങ്കേതികതയുമെല്ലാം ലോകത്തെ പഠിപ്പിച്ച ഒരു ജനവിഭാഗത്തിൻ്റെ പേരാണ് മധ്യകാല മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ. അതാണ് മിഡീവൽ വേൾഡിൻ്റെ പ്രത്യേകത. അവർ ലോകത്ത് ജിയോളജിയുടെയും ബയോളജിയുടെയും ജിയോഗ്രഫിയുടെയും സോഷ്യോളജിയുടെയും എല്ലാം ആദ്യ ബാലപാഠങ്ങൾ ലോകത്തിന് ചൊല്ലിക്കൊടുത്ത ലോകത്തിലെ അഗ്രഗണ്യന്മാരായ വൈജ്ഞാനിക പ്രതിഭകളായി, പണ്ഡിത കുതികളായി ചരിത്രം അടയാളപ്പെടുത്തുന്നത് ആ മധ്യകാലഘട്ടത്തിലെ പണ്ഡിതന്മാരെയാണ്. എന്തുകൊണ്ട്? അവർ ലോകത്തെ ജയിച്ച, ലോകത്തെ നയിച്ച, ഇൻകുന്തും മുഅ്മിനീൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരു സമൂഹമായിരുന്നു. അവരുടെ കയ്യിൽ ഈമാൻ എന്ന് പറയുന്നതുണ്ടായിരുന്നു. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണമൂല്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഖലീഫയാണ്, നമുക്ക് സാമൂഹിക ഭാഗധേയത്വമുണ്ട് എന്ന് തിരിച്ചറിയുന്നത് പോലെ നമ്മളിൽ തിരിച്ചറിവുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസികളാകുന്നിടത്ത് ജയിക്കുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ ഖലീഫയാകുക. രണ്ട്, നമ്മൾ യഥാർത്ഥ മുഅ്മിനാകുന്നിടത്ത് വിജയിക്കുക. എന്താണ് മുഅ്മിനാവുക എന്ന് പറഞ്ഞാൽ? 5 നേരത്തെ നിസ്കാരമാണോ? നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും മാത്രമാണോ? അങ്ങനെ വിശ്വസിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ. ആരാധനാദി കർമ്മങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്. പക്ഷെ മുഅ്മിനാവുക എന്ന് പറഞ്ഞാൽ അതിലും അപ്പുറത്ത് അതിനൊരു ഭാഷ്യമുണ്ട്. അതിന് നിർവചിക്കുന്ന മനോഹരമായൊരു വചനമുണ്ട്. അൽ ഈമാനു ഉരിയാൻ വലിബാസുഹു തഖ്വ വസീനതുഹുൽ ഹയാ വസമറതുഹു അൽ ഇൽം. ഇതിലും മനോഹരമായി ഈമാനിനെ പരിചയപ്പെടുത്താൻ മറ്റൊരു വചനമുണ്ടാവില്ല. അൽ ഈമാൻ ഉരിയാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ നഗ്നമായ അവസ്ഥയാണ്, ഉടുതുണിയില്ലാത്ത അവസ്ഥ. കണ്ടാൽ ആളുകൾ അയ്യേന്ന് പറയും, നാണക്കേട് കൊണ്ട് തലകുനിക്കേണ്ടി വരും. എല്ലാവരും നിങ്ങളെ പരിഹസിക്കും, അവമതിക്കും. കാരണം അത് ഉടുതുണിയില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ അത് കാണുമ്പോൾ ആളുകൾക്ക് വലിയ മതിപ്പ് തോന്നണമെങ്കിൽ ആ നഗ്നമായ ശരീരത്തിനൊരു ഉടുപ്പുണ്ടാവണം. ആ ഉടുപ്പ് ഏതാ? വലിബാസുഹു തഖ്വ വസീനതുഹുൽ ഹയാ വസമറതുഹു അൽ ഇൽം. 3 കാര്യങ്ങൾ ഉണ്ടാവലാണ്. ആ നഗ്നമാകുന്ന വിശ്വാസത്തെ നിങ്ങൾ തഖ്വ കൊണ്ട് വസ്ത്രമണിയിക്കാൻ പറ്റുമോ? ഒന്നാമത്തത്, വിശ്വാസത്തിൻ്റെ തനിമ കൊണ്ട് നിങ്ങൾക്ക് വസ്ത്രമണിയിക്കാൻ കഴിയുമോ? വസീനതുഹുൽ ഹയാ. നിങ്ങൾക്ക് ലജ്ജ, മൊഡസ്റ്റി എന്ന് പറയുന്നൊരു ഘടകം പുതിയ കാലത്ത് തീരെ ഇല്ലാത്ത ഒന്ന്. വാപ്പയുടെ മുന്നിൽ, ഉമ്മയുടെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുന്നിൽ, സമുദായത്തിൻ്റെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, ഈ ഭൂമിയിലെ മാലോകരുടെ മുന്നിൽ തനിക്കെങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്ന മൊഡസ്റ്റി, ആ മാന്യത, ധാർമ്മികത, ലജ്ജ, അതൊരു മനുഷ്യനുണ്ടായാൽ അത് ആ വസ്ത്രത്തിൻ്റെ അലങ്കാരമാണ്. വസമറതുഹു അൽ ഇൽം. ഈ വിജ്ഞാനത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ അതിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സമറത്ത് എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്താണ്? ഔട്ട്കം എന്താണ്? അത് ഇൽമാണ്, വിജ്ഞാനമാണ്. അത് 3 ഉള്ളപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ താക്കോലുണ്ടെന്ന് പറയാൻ പറ്റുക. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്തെ എത്ര എളുപ്പത്തിൽ ഈ അളവുകോല് വെച്ച് പരിശോധിക്കാം. ഒന്നാമത്തെ നിങ്ങളെടുത്ത് നോക്ക്, വലിബാസുഹു തഖ്വ. മുഅ്മിനീങ്ങളായി നിങ്ങൾ അത്യുന്നതരായി മാറണമെങ്കിൽ ആ മുഅ്മിനീങ്ങൾ എടുത്തണിയേണ്ടുന്ന വസ്ത്രമുണ്ടല്ലോ, ആ തഖ്വയുടെ വസ്ത്രം അണിയാൻ പറ്റണം. നമ്മളിൽ വിശ്വാസത്തിൻ്റെ വസ്ത്രം എത്രത്തോളം നമുക്ക് അണിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 5 നേരം നിസ്കരിക്കുന്നവർ തന്നെ സമൂഹത്തെ കബളിപ്പിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല നിസ്കാരത്തഴമ്പുള്ള വലിയ ഇസ്ലാമിക ശിയാറുകളുള്ള മനുഷ്യർ തന്നെ സമൂഹത്തിന് ഏറ്റവും വലിയ മാനക്കേടുകൾ ഉണ്ടാക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വസിക്കാത്തത് കൊണ്ടാണോ? ആരാധന നിർവഹിക്കാത്തത് കൊണ്ടാണോ? അല്ല. ഹൃദയത്തിൽ തഖ്വയുടെ വസ്ത്രമണിഞ്ഞ് ആ തഖ്വ എന്ന് പറയുന്ന ഉടയാടെ എടുത്തണിയുന്നിടത്ത് പരാജയപ്പെട്ടവരാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളിൽ ആരാണോ തഖ്വയുള്ളവർ അവരാണ് എന്ന് പരിചയപ്പെടുത്തിയ ഖുർആനിൻ്റെ വചനത്തിൻ്റെ പൊരുളതാണ് ആ തഖ്വയുണ്ടാവുക എന്നുള്ളതാണ്. നമ്മളെ തമാശക്ക് ഒരു സുഹൃത്ത് പറഞ്ഞു, തമാശ ഉണ്ട്. പണ്ടൊരു മനുഷ്യനിങ്ങനെ നടന്നു പോവാണ്. അയാൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നാട്ടിൻപുറത്തെ തോടരികിലൂടെ പോകുമ്പോൾ തോട് മുറിച്ച് കടക്കാൻ ഒരു പലകയുടെ ഒരു ചെറിയ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ ഇയാൾക്ക് കണ്ണ് വല്ലാതെ കാണില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ചെറിയ മങ്ങലോടുകൂടി ഇങ്ങനെ മെല്ലെ മെല്ലെ വടി കൊണ്ട് കുത്തിപ്പിടിച്ച് പലക ഇങ്ങനെ തൊട്ടാണ് ഇയാൾ മുറിച്ച് കടക്കുന്നത്. അയാൾ അങ്ങനെ മെല്ലെ ഈ തോട് മുറിച്ച് കടക്കുമ്പോൾ ഒരാൾ വളരെ വേഗത്തിൽ എതിർദിശയിൽ വന്ന ആൾ വേഗത്തിൽ വന്ന് അയാൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ, ഈ തോട് മുറിച്ച് കടക്കുമ്പോൾ അറിയാതെ ഈ മനുഷ്യൻ അങ്ങ് തട്ടിപ്പോയപ്പോൾ ആ മനുഷ്യൻ താഴെ വീണിട്ട് അപ്പോൾ ഇയാൾ മെയിൻ്റാക്കിയില്ല, കാരണം തട്ടിയിട്ടതല്ലേ. അപ്പോൾ ഒന്നും പറയാതെ ഇയാൾ അങ്ങ് പെട്ടെന്ന് പോകുമ്പോൾ ഈ വീണ മനുഷ്യൻ പറഞ്ഞു, ആചാരെ ഒന്നെൻ്റെ കൈ പിടിക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു വന്നു.
തിരിച്ചു വന്ന് ഇവനെ കൈപിടിച്ച് എണീപ്പിച്ചിട്ട് ചോദിച്ചു, അല്ലെങ്കിൽ നിനക്കല്ലേ കണ്ണ് കാണാതെ വടി ഇങ്ങനെ കുത്തിപ്പിടിച്ച് നടക്കുന്ന കണ്ടത്? ആണ്. പിന്നെ നിനക്കെങ്ങനെ എന്നെ മനസ്സിലായതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പറഞ്ഞു, അതുമല്ല, മനസ്സിലായതൊന്നുമല്ല, ഇജാതി ഏർപ്പാടൊക്കെ ആജാമാരെ ചെയ്യാൻ സാധ്യതയുള്ളൂ, അതുകൊണ്ട് ഞാനൊന്നങ്ങ് ഊഹിച്ചിട്ട് വിളിച്ചതാണ്. അപ്പോഴാണ് മൂപ്പര് ചെന്ന് അതിൽ കൊത്തിപ്പിടിച്ചത്. നമ്മുടെ പുതിയ കാലത്തെ വർത്തമാനങ്ങൾ എല്ലാ മതചിഹ്നങ്ങളുമുള്ള മനുഷ്യർ തന്നെ സമൂഹത്തിൽ ഈ നന്മയുടെ ധാർമ്മികതയുടെ ബാലപാഠങ്ങൾ നഷ്ടപ്പെട്ടവരായി സമൂഹത്തിൽ വിലയും നിലയുമില്ലാത്തവരായി മാറുന്നൊരു കാലത്ത് ഖലീഫയാകുന്ന നമ്മുടെ ദൗത്യം നല്ല വിശ്വാസികളാകുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ആത്മീയ ബലമുള്ളവരായി ആത്മീയ നിറവുള്ളവരായി മാറാൻ ശ്രമിക്കുക എന്നതാണ്. അതാണ് വസ്ത്രം. ഇനി അതിൻ്റെ ഭംഗി എന്താ? വഹവസീനത്തുൽ ഹയാ, മോഡസ്റ്റിയുള്ളവരായി മാറുക. സാമൂഹിക മേഖലയിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം അതാണ്. മനുഷ്യരിൽ ധാർമ്മികതയാണ്. അത് സദാചാരവാദമൊന്നുമല്ല, അത് ഒരു മോറൽ പോലീസിങ്ങും അല്ല. നേരെ മറിച്ച് പുതിയ കാലത്തെ തലമുറകളിൽ എന്താവാൻ പാടില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള വിവേകപൂർണ്ണമായ ഇടപെടലുകൾ ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലജ്ജയില്ലാതെ ഇല്ല ഈ സാമൂഹിക കുടുംബ വ്യവസ്ഥിതിയിൽ അങ്ങനെ വലിയ അർത്ഥത്തിൽ ചൂഷണം വ്യവസ്ഥ പോലെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീധനം വാങ്ങി മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു കുടുംബഘടനയെ തകർത്ത് തരിപ്പണമാക്കിയിരുന്ന ഒരു കാലത്ത് ആ സ്ത്രീധനം എന്ന വലിയ ഒരു മാരക വിപത്തിനെതിരെ പടയോട്ടം നയിച്ചവരല്ലേ നിങ്ങൾ MSSകാർ? ആ പടയോട്ടം നയിക്കാൻ അങ്ങനെ ഒരു പോരാട്ടം നടത്തി ആ സമൂഹത്തിൽ അത് മോശപ്പെട്ട പണിയാണ്, ഇത് താണവൻ്റെ പണിയാണ്, ഇത് വിവരമില്ലാത്തവൻ വാങ്ങുന്ന പണമാണ്, ഇത് സംസ്കാരമില്ലാത്തവൻ ചോദിക്കുന്ന ചോദ്യമാണെന്ന് ഈ സമൂഹം മുഴുക്ക ഉറക്കെ പോയി പറഞ്ഞ് പങ്കുവെച്ച് ഈ സമുദായത്തിൽ നിന്ന് ആ സ്ത്രീധനം എന്ന മാനഹാനിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പടയോട്ടം നടത്തിയവരല്ലേ നിങ്ങൾ MSSകാർ? അതെന്തായിരുന്നു കാരണം? ആ പോരാട്ടം മനുഷ്യനിൽ ഈ രൂപപ്പെട്ടു വരുന്ന ഹയാ ഇല്ലാത്ത ലജ്ജയില്ലാതെ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. ദൂർത്തുകൊണ്ട് സമൂഹം നശിച്ചപ്പോൾ അതിനെതിരെ ക്യാമ്പയിനുകൾ നടത്തിയവരല്ലേ നിങ്ങൾ MSSകാർ? ആ ദൂർത്ത് ഒരു സമൂഹത്തിന് നാണമില്ലാതെ മാനമില്ലാതെ ഈ സമൂഹത്തിനിടയിൽ ഒരു രോഗം പോലെ അത് പടർന്നു പിടിച്ചപ്പെടല്ലേ നമ്മൾ അതിനെതിരെ ഇറങ്ങി പുറപ്പെട്ടത്? ധാർമ്മികത എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ അടിത്തറയാണ്. മനുഷ്യർക്കിടയിൽ ആ മൂല്യബോധം ഉണ്ടാകുക എന്നത് പ്രധാനമാണ്. എന്നാൽ പുതിയ തലമുറയിൽ ഒരുപക്ഷെ യൂത്ത് വിങ്ങൊക്കെ ഏറ്റെടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം മതം പറയുക എന്നതല്ല, മറിച്ച് സംസ്കാരം പറയുക എന്നുള്ളതാണ്. സംസ്കാരം പറയുക എന്നുള്ളത് ഏറ്റവും താണപണിയായി വിശ്വസിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് തടയിടപ്പെടേണ്ടതുണ്ട്. നിനക്ക് ഉമ്മയും പെങ്ങളും നിന്റെ കാമുകിയും നിന്റെ ഭാര്യയും ഒരേപോലെയല്ല. അതാണ് സംസ്കാരം. അത് മതമല്ല, അത് സംസ്കാരമാണ്. ആ സംസ്കാരത്തെ തിരിച്ചറിയാത്ത പുതിയ കാലമാണ് നമ്മുടെ ശ്ലോകത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം. ആ സംസ്കാരത്തെ തിരിച്ചറിയുന്ന വിവേകത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആ ബോധ്യമുണ്ടാകണമെങ്കിൽ ഉമ്മയേത്, പെങ്ങളേത്, പെണ്ണേത്, കാമുകിയേത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകവും വികാരവും ആ വിശ്വാസിക്കുണ്ടാവണം. ആ തിരിച്ചറിവില്ലാതെ പോകുന്ന കാലമത്രയും അവർക്ക് ആ ബോധ്യത്തിലേക്ക് വളരാൻ കഴിയില്ല. എന്നാൽ പുതിയ കാലത്തെ തലമുറ പഠിപ്പിക്കുന്നത് നിന്റെ ഉമ്മ, നിന്റെ പെങ്ങൾ, നിന്റെ പെണ്ണ്, നിന്റെ കാമുകി എല്ലാം ഒന്നാണ്, നിന്റെ സുഹൃത്ത് എല്ലാം ഒന്നാണ്, സ്ത്രീയാണ്. അങ്ങനെ ഒരു സ്ത്രീയുടെ ശരീരം മാത്രമായി നിന്റെ വൈകാരിക കേളിയുടെ എല്ലാ വൃത്തികേടുകളും പ്രയോഗിക്കാനുള്ള കേവല സ്വരൂപമായി ലോകത്തിലെ സ്ത്രീകൾ മുഴുവൻ മാറിയാൽ ഉമ്മയെ തിരിച്ചറിയുന്ന സമൂഹം എങ്ങനെ ഉണ്ടാകും? പ്രിയപ്പെട്ടവരെ, പെങ്ങളെ മാനിക്കുന്ന ഒരു സമൂഹം എങ്ങനെ നമ്മൾക്കിടയിൽ കാണാൻ കഴിയും? സ്വന്തം മകളെ പരിഗണിക്കുന്ന, സ്വന്തം ഭാര്യയെ ആ വായ്പോടെ പരിഗണിക്കുന്ന, കൊണ്ടു നടക്കുന്ന ആ തലമുറയുടെ സാംസ്കാരികമായ ഔന്നിത്യം എങ്ങനെയാണ് നമ്മുടെ തലമുറയിൽ ഉണ്ടാവുക? ഇനി നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്തിൻ്റെ ഏറ്റവും വലിയ അപകടപതായിരിക്കും ഈ സാംസ്കാരിക ധാര തിരിച്ചറിയാതെ ഇതിന് മതത്തിൻ്റെ പേര് പറഞ്ഞ് അറുപടഞ്ചൻ എന്നൊക്കെ വിശേഷിപ്പിച്ച് മതമാണ് പറയുന്നതെന്ന ഒരു രൂപമുണ്ടാക്കി എല്ലാത്തിനെയും അങ്ങ് പുറംകാലുകൊണ്ട് ചവിട്ടിയെറിയുക. നമ്മൾ പറയുന്നത് മതമല്ല, മതമാകരുത്. കാരണം മതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് കേവലമായൊരു ഫ്രെയിം അല്ല, അതൊരു ലൈഫാണ്, അതൊരു ജീവിത പദ്ധതിയാണ്, അതൊരു സംസ്കാരമാണ്. അദ്ദീനു അത്തദയ്യുൻ എന്ന് പഠിപ്പിച്ചതിനേക്കാൾ വലിയ മനോഹരമായ നിർവചനം വേറെന്തു വേണം? മതമെന്ന് പറഞ്ഞാൽ അത് തദയ്യുനാണ്, കൾച്ചറാണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് സംസ്കാരം ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. അത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ ലോകത്ത് ഇരുണ്ട യുഗമെന്ന് പരിചയപ്പെടുത്തിയ ജാഹിലിയയുടെ വൃത്തികെട്ട ലോകം കണ്ട ഏറ്റവും അരുതായ്മകളുടെ അതിൻ്റെ കേന്ദ്രഭൂമിയായിരുന്ന ഒരു മണ്ണിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത സംസ്കാരത്തിൻ്റെ പേരാണ് മതം. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ സമൂഹത്തിനിടയിൽ സംസ്കാരത്തെക്കുറിച്ച് ഉറക്കെ പറയാൻ കഴിയുന്നവരായി മാറുക എന്നതാണ് പ്രധാനം. അതിലേറ്റവും പ്രധാനം കുടുംബ വ്യവസ്ഥിതിയുടെ പ്രാധാന്യത്തെ സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കുക എന്നതാണ് പ്രധാനം.
പുതിയ തലമുറയിലെ നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ പോലും വിവാഹം വേണ്ട എന്ന് പറയുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഇടപെടലായി വിവാഹത്തെ കാണുന്നവരുടെ എണ്ണം പുതിയ തലമുറയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. വീട്ടുകാർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ചോയ്സായി, അവരുടെ വ്യക്തിപരമായി ജീവിത ശൈലിയായി, രീതിയായി ഇത്തരം സംവിധാനങ്ങൾ മാറുകയാണ്. ഒരു ലോകത്തെ നിങ്ങൾക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു സമുദായത്തെ നിങ്ങൾക്ക് തകർക്കണമെന്നുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിൻ്റെ ധാർമ്മികമായ അടിത്തറ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിലെ മതത്തെ ഇല്ലാതാക്കുകയല്ല, നിങ്ങൾ അവരിലെ വിശ്വാസത്തിൻ്റെ ആചാരങ്ങളെ ഇല്ലാതാക്കുകയല്ല, നിങ്ങൾ അവരിൽ ഏറ്റവും ആദ്യം നശിപ്പിച്ചെടുക്കേണ്ടത് കുടുംബ വ്യവസ്ഥിതിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒരു കുടുംബ വ്യവസ്ഥിതി ഇല്ലാതെ പോയാൽ ഈ പറഞ്ഞ എല്ലാം ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവും. കുടുംബ വ്യവസ്ഥിതിയിലാണ് ലോകത്തിലെ എല്ലാ ചരിത്രകാലം മുതൽ മനുഷ്യ സമൂഹം എടുത്തു നോക്കിയാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള അവസാന കാലം വരെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ നന്മകളുടെ നിലനിൽപ്പുണ്ടായത് കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥിതിയിലൂടെയാണ്. ആ വ്യവസ്ഥിതി സംസ്കാരത്തെ സംസ്ഥാപിപ്പിച്ചെടുത്ത ഒരു വ്യവസ്ഥിതിയാണ്. അവിടെയാണ് ഉമ്മ ഉണ്ടായത്, അവിടെയാണ് വാപ്പ അതിൻ്റെ വിലയറിഞ്ഞത്, അവിടെയാണ് മക്കൾ എന്ന സങ്കല്പത്തിൻ്റെ മാധുര്യം സമൂഹം തൊട്ടറിഞ്ഞത്, അവിടെയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ വൈശിഷ്ട്യത ജനത അനുഭവിച്ചത്, അവിടെയാണ് സഹോദരനും സഹോദരിയും എന്ന ആ വിശുദ്ധമായ ബന്ധത്തിൻ്റെ സ്നേഹപൂർവമായ നൈർമല്യം അനുഭവിച്ചത്. എല്ലാം അങ്ങനെയാണ്. ആ കുടുംബ വ്യവസ്ഥിതി ഇല്ലാതെ പോയാൽ പിന്നെ സമൂഹത്തെയും മതത്തെയും ഇല്ലാതാക്കാൻ എളുപ്പമാണ്. ഇന്നത്തെ പുതിയ കാലത്ത് ഒരുപക്ഷെ യൂത്ത് വിങ് ഇടപെടേണ്ടുന്ന ഞാൻ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല കുടുംബ വ്യവസ്ഥിതിയുടെ ഇടപെടലുകൾ മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. വിശദീകരിക്കുന്നില്ല. കാരണം 100 വിവാഹങ്ങൾ നടക്കുമ്പോൾ 70 വിവാഹങ്ങളിലധികം പ്രശ്നത്തിലാണ്, തെറ്റിപ്പിരിയുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ മൂർച്ഛമായ അപകടകരമായ പ്രതിസന്ധിയാണ് ആ കുടുംബങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടതുണ്ടാവുന്നു? ഉണ്ടാവുന്നതിൻ്റെ കാരണം കുടുംബ വ്യവസ്ഥിതിയുടെ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പുതിയ തലമുറയിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ആൺപെണ്ണ് സമൂഹത്തിൻ്റെ അവരുടെ ഈ ദമ്പതികൾക്കിടയിൽ അവിവേകപൂർവമായ ഒരു തിരിച്ചറിവിലേക്ക് കുടുംബ ബന്ധത്തെ കൊണ്ടുപോകാൻ കഴിയാതെ പോകുന്നു എന്നതിൻ്റെ ദുരന്തമാണ് നമ്മുടെ സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ. ഇനിയുള്ളൊരു കാലത്ത് നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന ദൗത്യം ആ കുടുംബമെന്ന് പറയുന്ന, വൈവാഹിക ജീവിതമെന്ന് പറയുന്ന, മക്കളും മാതാപിതാക്കളും എന്ന് പറയുന്ന ആ ബന്ധത്തിൻ്റെ ഊഷ്മളത അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ, അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന, ഇടപെടലുകൾ നടത്തുന്ന ഒരു കൂട്ടായ്മയായി നമ്മൾ മാറുക എന്നുള്ളതാണ്. പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി പറയാമായിരുന്നു. നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണെന്നൊക്കെ. അതൊക്കെ ആയിരുന്നല്ലോ ഇസ്ലാമിൻ്റെ ഏറ്റവും മനോഹരമായ കർമ്മധർമ്മങ്ങൾ. പക്ഷെ പരിശുദ്ധമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ഖൈറുക്കും ലി അഹ്ലിഹി, സ്വന്തം കുടുംബത്തോട് നന്നായവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കൗടംബിക വ്യവസ്ഥിതിയിൽ മെച്ചപ്പെട്ടവനാണ് ഏറ്റവും നല്ലവൻ. ആ കുടുംബ വ്യവഹാരങ്ങളിൽ നന്മ പ്രകടിപ്പിക്കുന്നവനാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഉദാത്തനായവൻ. ആ കുടുംബ വ്യവസ്ഥിതിയെ നിങ്ങൾ MSSന്റെ സ്ലോഗൻ തന്നെ വ്യക്തി, കുടുംബം, നല്ല വ്യക്തി, നല്ല കുടുംബം, നല്ല സമൂഹം എന്നാണ്. സമൂഹം നന്നാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നല്ല കുടുംബമുണ്ടാകണം. നല്ല കുടുംബമുണ്ടായാൽ നല്ല വ്യക്തി സ്വാഭാവികമായി രൂപപ്പെട്ടു വരും. കാരണം കുടുംബ വ്യവസ്ഥിതി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല വ്യക്തികളിലൂടെ മാത്രമേ ആ സംസ്കാരം അങ്ങനെ നിലനിൽക്കാൻ സാധ്യതയുള്ളൂ. ഒരേ സമയം നിങ്ങളുടെ മുദ്രാവാക്യം പോലെ നല്ല വ്യക്തിയും നല്ല കുടുംബവും നല്ല സമൂഹവും രൂപപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് പ്രവാചകർ പരിചയപ്പെടുത്തുന്നത് ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഫലം അതേതെന്ന് ചോദിച്ചാൽ വസമറത്തുഹു അൽ ഇൽം, അത് വിജ്ഞാനമാണ്, വിദ്യാഭ്യാസമാണ്, എഡ്യൂക്കേഷണൽ എംപവർമെൻ്റ് ആണ്, അല്ലെങ്കിൽ നോളജാണ്, വിസ്ഡമാണ്. പുതിയ കാലത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് ഫ്ലഡഡ് വിത്ത് ഇൻഫർമേഷൻസ് ആണ്, വിവരമാണ്. ഞാനൊരു പുരുഷനാണ്, അതൊരു ഇൻഫർമേഷനാണ്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷൻ്റെ ദൗത്യം നിർവഹിച്ച് മാന്യമായി ജീവിക്കണം, അത് ഒരു വിസ്ഡമോ നോളജോ അല്ലെങ്കിൽ അതിനപ്പുറമോ ഉള്ള ഒന്നാണ്, അതൊരു ഇൻഫർമേഷൻ അല്ല. ഇത് പകലാണ്, ഒരു വിവരമാണ്. ഈ പകൽ അധ്വാനിക്കാനുള്ളതാണ്, അതൊരു നോളജാണ്, ഒരു വിസ്ഡമാണ്. ഇതൊരു സ്ത്രീയാണ്, അതൊരു വിവരമാണ്. സ്ത്രീ സ്ത്രൈണതയുടെ മഹാത്മ്യം നിലനിർത്തുന്നതോടൊപ്പം ഒരു കുടുംബത്തിൻ്റെ വിളക്കാണ്, അങ്ങനെ ആകേണ്ടവളാണ്, കുടുംബനാഥയാണ് എന്ന് തിരിച്ചറിയുന്ന മൂല്യമാണ് അവിടുത്തെ വിജ്ഞാനമെന്ന് പറയുന്നത്, അവിടുത്തെ വിവേകമെന്ന് പറയുന്നത്. അതാണ് നോളജ്, അതാണ് വിസ്ഡം. മറിച്ച് പുതിയ തലമുറ നമ്മളോട് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ഇൻഫർമേഷൻ്റെ ലോകത്തേക്ക് പോകാനാണ്. ഇതൊരു ഇൻഫർമേഷൻ്റെ അതിപ്രസരമുള്ള ലോകമാണ്. നമുക്ക് ഇൻഫർമേഷൻ അല്ല വേണ്ടത്, അൽ ഇൽമാണ്. അൽ ഇൽം എന്ന് പറഞ്ഞാൽ ബോധ്യമുള്ള വിജ്ഞാനമാണ്. ബോധ്യമുള്ള വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുന്ന വിജ്ഞാനമാണ്. അത് മതവിജ്ഞാനം മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുകയേ അരുത്. ഈ ഭൂമിയിൽ എന്തു പഠിക്കുന്നതും അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വൈജ്ഞാനിക ധാരയുടെ ഭാഗമാണ്.
അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഒരുപക്ഷെ ഇബ്നു സീനയെ പോലെയുള്ള ഒരു വൈദ്യശാസ്ത്ര മേഖലയിലെ ഏറ്റവും വലിയ റെഫറൻസ് ഗ്രന്ഥമായ ഈ കാനൂനു തിബ് ഫിൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ കാനൺ ഓഫ് മെഡിസിൻ ലോകത്തിന് സമർപ്പിക്കാൻ ഇബ്നു സീനയ്ക്ക് കഴിഞ്ഞത്. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിൻ്റെ പരീക്ഷണത്തിൻ്റെ എത്രയോ മുമ്പ് ഈ അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യന് ആ പറന്നു പോകുന്നതിൻ്റെ പരീക്ഷണം ചരിത്രത്തിൽ ആദ്യമായി നടത്താൻ കഴിഞ്ഞത് ആ വൈജ്ഞാനിക ധാരയുടെ പിന്മുറക്കാരായി വിശ്വാസികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസ പുരോഗതിയാണ്. എഡ്യൂക്കേഷണൽ ഇംബാലൻസ് എന്ന പുതിയ കാലത്തിൻ്റെ തകർച്ച നമ്മളെ നശിപ്പിക്കുക തന്നെ ചെയ്യും. MSS ഏറ്റെടുക്കേണ്ടതും ഞാൻ അവസാനം മൂന്നാമതായി പറയുന്ന ഘടകം ഇതാണ്. നമുക്ക് വേണ്ടത് ഔട്ട്കം ഓഫ് ഫെയ്ത്ത്, സമറത്തുൽ ഈമാൻ. ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ അൽ ഇൽമാണ്, എഡ്യൂക്കേഷനാണ്. ആ വിദ്യാഭ്യാസപരമായ ഔന്നിത്യം, ധാർമ്മികതയാണ് സമൂഹത്തിൻ്റെ അടിത്തറയെങ്കിൽ, കുടുംബ വ്യവസ്ഥിതിയുടെ മൂല്യം ആ സാംസ്കാരിക ബോധത്തിൻ്റെ ഭാഗമാണെങ്കിൽ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തതും നമ്മൾ വിജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിരന്തരം ഇടപെടുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസം ഉണ്ടാവുക എന്നുള്ളതാണ്. കോളേജുകളും സ്കൂളുകളും ഉണ്ടാക്കൽ മാത്രമല്ല, ആ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളുടെ ഉള്ളിൽ ഈ വൈജ്ഞാനികമായ ഉൾവെളിച്ചമുണ്ടാക്കുക എന്നതാണ് പ്രധാനം. ആ വിദ്യാഭ്യാസപരമായ ഔന്നിത്യത്തിലേക്ക് ഈ ജനത വളരുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ നമ്മൾ എത്ര വളരുമ്പോഴും നമ്മുടെ സമൂഹം തളർന്നുകൊണ്ടേയിരിക്കും. ഒരൊറ്റ ഉദാഹരണം ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. നമ്മൾക്കിടയിൽ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണോ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമാണോ? ഏതാ? ആൺകുട്ടികളുടേതാണ്, പെൺകുട്ടികളുടേതാണ്. നേരെ തിരിച്ചൊന്നുകൂടി ചോദിച്ചാൽ എളുപ്പത്തിന് മനസ്സിലാവും. ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനാണോ പെൺകുട്ടികൾക്ക് പുതിയാപ്പിളയെ കിട്ടാനാണോ ഇന്നത്തെ കാലത്തെ കഷ്ടപ്പാട്? ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനാണ്. പെൺകുട്ടികളെ വാപ്പാരെന്നൊക്കെ പറഞ്ഞ് ഇപ്പം നാട്ടിൽ വലിയ വിലയുള്ള ആൾക്കാരാണ്, നിലയുള്ള ആൾക്കാരാണ്. കാരണം അവർക്ക് വലിയ ബുക്കിംഗ് വരികയാണ്. അവരേതെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ മതി, ഏതാ വേണം. അപ്പോൾ അവർ പറയാണ് ഇപ്പം തീരുമാനിച്ചിട്ടില്ല, പിന്നീട് നടക്കും, അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ 1 കൊല്ലം കഴിഞ്ഞിട്ടെന്നൊക്കെ പറയുന്നവരാണ്. അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് കഴിയുന്നവരാണ്, അവർക്ക് ചോയ്സ് ഉണ്ട്. പക്ഷെ ആൺകുട്ടികൾക്കില്ല. എന്താ കാരണം? എഡ്യൂക്കേഷണൽ ഇംബാലൻസ് വലിയ അർത്ഥത്തിൽ അപകടകരമായ രൂപത്തിൽ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിവരമുള്ള ഭാര്യമാരും വിവരം കുറഞ്ഞ ഭർത്താക്കന്മാരും, എഡ്യൂക്കേഷണൽ കപ്പാസിറ്റിയുള്ള സ്ത്രീകളും എഡ്യൂക്കേഷണൽ കപ്പാസിറ്റി ഇല്ലാത്ത പുരുഷന്മാരും. ഇത് കുടുംബപരമായ വ്യവസ്ഥിതിയിൽ പ്രശ്നമുണ്ടാക്കും, സാമൂഹിക ഘടനയിൽ വിള്ളലുകൾ ഉണ്ടാക്കും, മാനസികമായി ഉൾക്കൊള്ളുന്നിടത്ത് പ്രശ്നങ്ങൾ വരും. അവരുടെ ഒന്നിച്ചു പോകലിനെ സാരമായി അത് ബാധിക്കും. ആ ബാധിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഇന്ന് കാണുന്ന കുടുംബ വ്യവഹാരത്തിൽ സംഭവിക്കുന്ന തകർച്ചയുടെ വലിയൊരു ശതമാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊരു തലമുറ എന്ന നിലയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ ധിഷണയുള്ള, സംസ്കാരമുള്ള, മൂല്യമുള്ളൊരു തലമുറയെ കെട്ടിപ്പടുക്കാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലേ നമുക്കൊരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ കഴിയും. മുതിർന്ന MSSൻ്റെ നേതാക്കന്മാർ മുന്നിലിരുന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ യൂത്ത് വിങ്ങിനെ വേദിയിലിരുത്തി നിങ്ങൾ നടത്തുന്ന ഈ സംഗമം ആ തലമുറയുടെ നിർമ്മാണത്തിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. തലമുറ എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് 2 ഘടകങ്ങൾ ഉണ്ടാകണം. ഒന്ന് തല, രണ്ടാമത്തത് മുറ. തലയും മുറയുമുള്ളവരെയാണ് നമ്മൾ തലമുറ എന്ന് പറയുക. എന്നാൽ പഴയ കാലത്തെ തലമുറക്ക് തല കുറഞ്ഞപ്പോൾ മുറ കൂടുതലുള്ളവരായിരുന്നു, വിദ്യാഭ്യാസം കുറഞ്ഞപ്പോൾ സംസ്കാരം കൂടുതലുള്ളവരായിരുന്നു. പിന്നീട് വന്ന തലമുറക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ലാത്തതൊക്കെ പുതിയ തലം അവരുടെ മക്കൾക്കുണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചപ്പോൾ അവർക്ക് തല കൂടി. ആ തലമുറയുടെ കയ്യിൽ നിന്ന് മുറ പോയി. ഇനി വരാൻ പോകുന്ന കാലത്ത് നമ്മൾ കാണാൻ പോകുന്നത് പഠിപ്പുണ്ടാവില്ല, സംസ്കാരം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ തലയും മുറയുമില്ലാത്തൊരു തലമുറയെ കാണേണ്ടി വരുന്ന അപകടമാണ് ഇനി വരാവുന്ന കാലത്ത് വരാൻ പോകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് MSSൻ്റെ ഇടപെടലുകളിലൂടെ, യൂത്ത് വിങ്ങിൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ, സമുദായത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ സാമൂഹിക ഘടനയിൽ തലയും മുറയുമുള്ള, വിജ്ഞാനവും സംസ്കാരവുമുള്ള, ധാർമ്മികതയും വിശ്വാസവുമുള്ള ഒരു നല്ല തലമുറയെ കെട്ടിപ്പടുത്ത് ഒരു യഥാർത്ഥ ഖലീഫയായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഗുണപരമായൊരു സാമൂഹിക നിർമ്മിതിയുടെ വക്താക്കളായി മാറാൻ നമുക്കേവർക്കും കഴിയട്ടെ. അതിനുവേണ്ടിയുള്ള ഇടപെടലുകളുടെ ഒരു ഓർമ്മപ്പെടുത്തലായി, സൂചകമായി ഈ വേദിയും ഈ കൂട്ടായ്മയും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വാഹൃദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.